ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ദച്ച് വന്നതിൽ പിന്നെ എഴുന്നേൽപ്പെല്ലാം 7-7:30 അവൻ്റെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ ഒരു സമയമാകുമല്ലോ. പിന്നെ അവൻ എണീക്കുന്നതിന് മുമ്പ് എണീറ്റില്ല എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. പല്ലൊക്കെ തേച്ച് മിറ്റവടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അവൻ എണീറ്റ്. ഇന്ന് ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് എഴുന്നേറ്റത്. കരച്ചിലോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഫേസ് ക്ലീൻ ചെയ്ത് ഡൈപ്പറൊക്കെ മാറ്റാമെന്ന് കരുതി. അപ്പോഴത്തേനും ചേട്ടായി വിളിച്ച് ചേട്ടായിയോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് പതിവില്ലാതെ ദച്ചുകൂട്ടൻ അപ്പനോട് ഭയങ്കര വർത്താനത്തിലായിരുന്നു. പിന്നെ കുഞ്ഞിയും വിളിച്ച് രണ്ടുപേരോടും വർത്താനമൊക്കെ കഴിഞ്ഞ് ദച്ചുകൂട്ടനെ കൊണ്ട് നടക്കാനിറങ്ങി. രാവിലെ തന്നെ ഈ നടത്തം പതിവാണ്. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. നടത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ കളിയിലേക്ക് കിടക്കും. ദച്ചുവിൻ്റെ ഫേവററ്റ് ടോയ് ആണ് കേട്ടോ ഇതുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അവൻ അവിടെ കിടന്നോളും. ഈ സമയം ഞാൻ അടുക്കളയിൽ കയറും. അമ്മ രാവിലെ കടയിലേക്ക് പോകും. പിന്നെ അച്ഛയും അമ്പുവും ഉണ്ട്. അച്ഛൻ രാവിലെ പത്രം വായനയിലേക്ക് കിടക്കും. അമ്പുവിനാണെങ്കിൽ രാത്രി നല്ല പനിയായിരുന്നു. അതുകൊണ്ട് അവൻ എണ്ണീറ്റില്ല. രണ്ടുപേർക്കും ചായയൊക്കെ കൊടുത്ത് ദച്ചുവിന് കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച്. രാവിലെ കാപ്പിക്ക് എന്താണെന്ന് ചോദിച്ചപ്പം മീൻകറി ഇരിപ്പുണ്ടല്ലോ, കപ്പ മതിയെന്ന് അച്ഛ പറഞ്ഞു. എങ്കിൽ കപ്പ കൊത്തി അടുപ്പത്ത് വെച്ച് അതിനുള്ള തേങ്ങാ ചിരണ്ടി ചതച്ച് മാറ്റി വെച്ചു. കപ്പ വേകുന്ന സമയത്ത് ബെഡൊക്കെ തട്ടിക്കുറഞ്ഞ് വീഴിച്ച് അടിച്ചു വരാമെന്ന് കരുതി. അന്നേരത്തേനും ദച്ചുകുട്ടൻ വഴക്കുണ്ടാക്കി തോളത്ത് കയറി. പിന്നെ അച്ഛയാണ് കപ്പയെല്ലാം വേവിച്ച് മാറ്റിയത്. പിന്നെ അമ്പൂനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. രണ്ടുപേർക്കും ഫുഡ് കൊടുക്കാമെന്ന് കരുതിയപ്പം അവൻ പറയും അവന് കപ്പ വേണ്ടാന്ന്. പിന്നെ അവന് പെട്ടെന്ന് ഒരു അടയൊക്കെ ഉണ്ടാക്കി രണ്ടുപേർക്കും കാപ്പി കൊടുത്തു. ദച്ചുകുട്ടനെ കുളിപ്പിക്കാമെന്ന് കരുതി. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ദച്ചുകുട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. ഇന്ന് അവധിയാണല്ലോ. ക്ലാസ് ഇല്ലെങ്കിൽ അടുത്തുള്ള പിള്ളേരെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ദച്ചുകുട്ടൻ ഉറക്കം പോലും ഇല്ല, അവരുടെ കൂടെ കളിച്ചോളും. ആ സമയം ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അച്ചും അമ്പും ഹോസ്പിറ്റലിലേക്ക് പോയി. അവന് തീരെ വയ്യായിരുന്നു. പിന്നെ ദച്ചുവിനെ ഉറക്കി. കുളിയൊക്കെ കഴിഞ്ഞൊരു ഉറക്കം പതിവാണ്. പിന്നെ പാത്രമൊക്കെ കഴുകി കഞ്ഞിക്ക് വെള്ളം വെച്ചു. അരി അടുപ്പത്തിട്ട് വേഗം പോയി ഞാൻ കുളിച്ചു. അവൻ എണീക്കുന്നതിന് മുമ്പ് കുളിച്ചിട്ട് ഇറങ്ങണമല്ലോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും ആൾ നല്ല ഉറക്കമാണ്. എങ്കിൽ ഉച്ചയ്ക്കൊക്കെയുള്ള കറി ഉണ്ടാക്കാമെന്ന് കരുതി. ബീൻസ് എടുത്ത് തോരൻ വെച്ചു. തോരൻ വെക്കാനും ഒരു കാരണമുണ്ട്. രാവിലെ ഞാൻ കപ്പയ്ക്കുണ്ടാക്കിയ അരപ്പ് അച്ഛ കണ്ടില്ല. അച്ഛ വേറെ അരപ്പുണ്ടാക്കിയാണ് കപ്പ വേവിച്ചത്. അപ്പോൾ ആ അരപ്പ് കളയണ്ടല്ലോ. ബുദ്ധി. കറിയൊക്കെ വെച്ച് ഡൈപ്പർ ക്ലീൻ ചെയ്യാമെന്ന് കരുതിയപ്പോഴേക്കും ആൾ എണ്ണീറ്റു. വിളിച്ചപ്പോഴേക്കും വരാത്തതിനാണ് ആ കിറി അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എണ്ണീപ്പിച്ച് പാലൊക്കെ കൊടുത്തിരുന്നപ്പോൾ അച്ഛനും അമ്പും വന്നു. അമ്പു ഹോസ്പിറ്റലിൽ പോയതാണോ അതോ ഷോപ്പിങ്ങിന് പോയതാണോ എന്ന് വരെ ഡൗട്ടാണ്. അവർ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ദച്ചുവിനെ അച്ഛയുടെ കയ്യിൽ കൊടുത്തിട്ട് പനിക്കാരനെ ശുശ്രൂഷിക്കാമെന്ന് കരുതി. രണ്ടുപേർക്കും ചോറ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം പനിക്കാരന് ചോറ് വേണ്ട, ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞു. പിന്നെ പനിക്കാരന് തണ്ണിമത്തനും പഴവും എല്ലാം മുറിച്ച് മരുന്നൊക്കെ കൊടുത്തു. അച്ഛനും ഞാനും ചോറ് കഴിച്ചു. ഫുഡൊക്കെ കഴിയൊക്കെ കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ നല്ല മൂടി വന്നു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു മഴയുണ്ടല്ലോ. ഉണങ്ങിയ തുണിയെല്ലാം എടുത്ത് മടക്കി വെച്ചു. ദച്ചുവിനെ ഉറക്കി. ഇച്ചിരി നേരം ഉറങ്ങാമെന്ന് കരുതി. എവിടെ, അവൻ ഉറങ്ങുമ്പോൾ എനിക്ക് ഫോണിൽ നോക്കണം. പിന്നെ 4 മണിയായപ്പോൾ ചായയൊക്കെ വെച്ച് ഞാനും ദച്ചുവും ചായയൊക്കെ കുടിച്ചു. പിന്നെ വൈകുന്നേരത്തേക്ക് കലാപരിപാടികളിലേക്ക് കടന്നു. നൈറ്റ് കൂടുതലും അമ്മ കടയിൽ നിന്നും കറിയൊക്കെ കൊണ്ടുവരും. അതുകൊണ്ട് നൈറ്റ് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. 6 മണിയാകുമ്പോഴത്തേനും ദച്ചുവിനെ കുളിപ്പിക്കും. കുളി കഴിഞ്ഞ് അവൻ പിന്നെയും കിടന്നുറങ്ങും. ആ ഉറക്കം അമ്മ വരുന്നവരെ അവൻ ഉറങ്ങിക്കോളും. ഈ സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ എല്ലാം നടത്തുന്നത്. പിന്നെ വീണ്ടും രാത്രി ശിവരാത്രി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.